നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ബിഗ് ബോസ് തീരുകയാണ്. എന്നാലും ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുമായി സംസാരിക്കാൻ. സിനിമകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമകളെക്കുറിച്ച് സംസാരിക്കാം. വാർത്തകളിൽ വരുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില വാർത്തകൾ നമ്മളത് കാണാതെ പോകുന്ന വാർത്തകളുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അല്ലേ, അതെല്ലാം നമുക്ക് സംസാരിക്കാം. ഇതുകൊണ്ട് ഇത് ബിഗ് ബോസുമായിട്ട് നിന്ന് പോകുന്നതല്ല എൻ്റെ വീഡിയോ എന്നൂടെ ഓർക്കുക. തുടങ്ങിയതും ബിഗ് ബോസുമായിട്ടല്ല. അപ്പോൾ ഇന്ന് ബിഗ് ബോസിൽ നടന്ന കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചിരിച്ചു നമ്മൾ മണ്ണ് തപ്പിപ്പോകുന്ന കുറേ കാര്യങ്ങൾ. അതായത് വെളിയിലിരുന്ന് അപ്പാനി ശരത്തും അനുമോളും കൂടെ ഭയങ്കര സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, നീ എൻ്റെയും ബിൻസിയുടെയും കാര്യം മാത്രമേ കണ്ടുള്ളൂ, ബിൻസിയും നെവിനും കൂടെ ആ മൂലയ്ക്ക്, അതായത് നമ്മുടെ ജയിലിൻ്റെ ആ സൈഡിൽ പോയിന്ന് നിവിൻ ബിൻസിക്ക് ഒരു 10 ഉമ്മയെങ്കിലും കൊടുത്തു കാണുമെന്ന്. സത്യം പറഞ്ഞാൽ ചിരി വന്നു എനിക്ക്. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കണ്ടാൽ നീ എന്നിട്ട് അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാഞ്ഞതെന്ന്. അപ്പോൾ അനുമോൾ സ്വതസിദ്ധമായ അതേ അഭിനയ ശൈലിയോടുകൂടി പറയുകയാണ്, ഞാനത് കണ്ടില്ല. പക്ഷേ അപ്പാനി ചേർത്ത് പറയുന്നു, നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കണ്ടതാണ് അവർ തമ്മിൽ ഉമ്മ വെക്കുന്നത്. അതായത് 10 ഉമ്മ കൃത്യമായിട്ട് അപ്പാനി ചേർത്ത് എണ്ണം വരെ എടുത്തു പറയുന്നുണ്ട്. 10 ഉമ്മ എങ്കിലും കൊടുത്തു കാണും നെവിൻ ബെൻസിക്കെന്നവിടെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അപ്പം ഓരോ കാര്യങ്ങളും, അതായത് ഇപ്പോൾ ആരും അറിയാത്ത ഈ ബെൻസിയും അപ്പാനി ശരത്തുമായിട്ടുള്ള വിഷയം ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. മസ്താനിയും ഈ പറഞ്ഞ പോലെ ബിൻസിയുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ വളരെ രസകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. വന്നവരൊക്കെ വെറുതെ ആവശ്യമില്ലാതെ പല്ലട കുത്തി ഉണപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒന്നും വലിയ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ 7 പേരും സൈഡായെന്ന് വേണേൽ പറയാം. അതിലെ നൂറയൊക്കെ കട്ടപ്പയ്ക്ക് ഏതൊക്കെ മുഖങ്ങൾ കൊടുക്കാമോ ആ രീതിയിലെല്ലാം ഉള്ള വിവിധ മുഖങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതൊന്നും അനുമോളെ ബാധിക്കുന്നില്ല. അനുമോളൊരു വളരെ, അതായത് നമ്മുടെ ശ്രീബുദ്ധനെ പോലെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു അനുമോളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഈ നെവിനും വിൻസിയും വീണ്ടും ഒരു ടൈപ്പ് ആയോ എന്നൊരു സംശയമുണ്ട്. കാരണം അവരെപ്പോഴും ഒരുമിച്ച് വർത്തമാനം പറയുന്നു. പക്ഷേങ്കിൽ എനിക്കൊരു കാര്യം, ഇപ്പം അനുമോൾക്ക് കപ്പ് കിട്ടാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അനീഷ് സ്കോർ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. കാരണം ഇന്ന് വന്ന ഒരു ടാസ്കിനകത്ത് അനീഷിനെക്കുറിച്ച് എല്ലാവരും ഭയങ്കര അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അനീഷിന് നല്ലൊരു നല്ലൊരു സ്ക്രീൻ സ്പേസും നല്ലൊരു പോസിറ്റീവും കിട്ടിയിട്ടുണ്ട്. അനുമോൾക്ക് ഈ വന്നവരാരും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യവും പറഞ്ഞു കണ്ടില്ല. പക്ഷേ അനീഷിനെ വന്നവരൊക്കെ പുകഴ്ത്തുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അനീഷാണ് കപ്പടിക്കാൻ സാധ്യത എന്ന് തോന്നുന്നു. അനുമോളെക്കാട്ടി ഒരു പടി മുമ്പിൽ നിൽക്കുന്ന അനീഷാണെന്ന് എനിക്കൊരു ഫീല്. ആര് കപ്പടിച്ചാലും നമുക്കൊന്നുമില്ല, അവർക്ക് കൊള്ളാം, അവരുടെ വീട്ടുകാർക്ക് കൊള്ളാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ വീഡിയോ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വിഷൻ ആണ് ഞാൻ പറഞ്ഞത്.